ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സച്ചേന്റെ ഒരു വാക്ക് കാരണം ഇതുവരെ ഇല്ലാതിരുന്ന ഭീഷണിയുടെ മുമ്പിലേക്കാ നമ്മൾ ചെന്ന് നിൽക്കുന്നത്. നാളെ അവൻ എന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് എനിക്ക് സഹോദരനെ വേണോ അതോ ഭർത്താവിനെ വേണോ എന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയണം? ഇതിനുള്ള ഉത്തരം എന്താന്ന് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം സച്ചേന് മാത്രമോ? താൻ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷേ അയാളും അയാളുടെ പെങ്ങളും തമ്മിലുള്ള അറ്റാച്ച്മെന്റിനെ കുറിച്ച് അയാൾ പറയുന്നത് താൻ കേട്ടതല്ലേ? ഭ്രാന്ത് പിടിച്ച അവസ്ഥയില അയാള്. ഒരു ഭ്രാന്തൻ ഗുണ്ടയുടെ മുമ്പിൽ നിന്നും തന്നെയും നമ്മുടെ കുഞ്ഞിനെ അവിടുന്ന് രക്ഷിക്കാൻ ആ സമയത്ത് ഇതല്ലാതെ എനിക്ക് മറ്റൊരു മാർഗമില്ലായിരുന്നു. സച്ചേൻ ഇനി ഒന്നും എന്നോട് സംസാരിക്കല്ലേ. എനിക്കൊന്നും കേൾക്കണ്ട. അർച്ചന, എനിക്ക് എന്റെ ഏട്ടനാ വലുത്. അതിനപ്പുറം മറ്റൊന്നും എനിക്ക് പ്രശ്നമല്ല. മോളെ, നിങ്ങൾ വരുന്നതും കാത്തിരിക്കായിരുന്നു ഞാൻ. സ്റ്റേഷനിൽ പോയിട്ട് അനൂപിനെ കണ്ടോ? ആ മരിച്ച പെൺകുട്ടി ആരാ? മോള് വിഷമിക്കണ്ട. അനൂപിനെ ജാമ്യത്തിലിറക്കാൻ വേണ്ടതൊക്കെ നമുക്ക് ചെയ്യാം. മോളെ, നിനക്ക് എന്തു പറ്റി? ഇവൾക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. ആ ആങ്ങളെ കൊലക്കേസിൽ പ്രതിയായതുകൊണ്ടാവും. എന്താടാ അർച്ചന, എന്താ ദേഷ്യത്തിൽ പോയത്? ചോദിച്ചതിനൊന്നും മറുപടി പറഞ്ഞതുമില്ല. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ? വഴക്കൊന്നും ഉണ്ടായില്ല. പക്ഷേ വേറൊരു ചെറിയ പ്രശ്നം ഉണ്ടായി. അനൂപിനെ എനിക്ക് വേണം. പിന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്രശ്നത്തിന് ഞാൻ വരില്ല. ഞാൻ കൊണ്ടുവരാം. അനൂപേട്ടനെ ഞാൻ കൊണ്ടുവരാം. കൊള്ളാം. ഇതുവരെ അർച്ചനയ്ക്ക് സച്ചിക്കും ഇടയിൽ ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഇത് മതി ഇവരുടെ ബന്ധം തകർക്കാൻ. ഇപ്പോഴാണ് എനിക്കതിനുള്ളൊരു അവസരം കിട്ടിയത്. ഇത് വെച്ച് ഞാനൊരു കളി കളിക്കും. അർച്ചന പറഞ്ഞതിൽ എന്താ തെറ്റ്? നീ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അച്ഛാ, അനൂപ് അവളുടെ ആരാ? അച്ഛാ, അത് നീ എന്താ അത് മനസ്സിലാക്കാതെ സംസാരിച്ചത്? ഞാൻ പിന്നെ എന്ത് ചെയ്യണം? അർച്ചനയുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ ആ ഗുണ്ടകളുടെ കയ്യില്. എന്റെ കഴുത്തിൽ കത്തിയും വെച്ചിരിക്കുന്നു. ഒരു ഭർത്താവ് എന്ന നിലയിൽ എന്റെ ആദ്യത്തെ കടമ എന്താ? ഭാര്യയുടെ മക്കളുടെ ജീവൻ രക്ഷിക്കാന്നുള്ളതല്ലേ? ഞാൻ അതേ ചെയ്തോളൂ. അല്ലാതെ അനൂപേട്ടനെ കൊണ്ടുകൊടുക്കാൻ വേണ്ടിയല്ല. അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ അന്നേരം എനിക്ക് തോന്നിയ ഒരു കളവ് അത് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് അവൻ ഞങ്ങളെ ഉപദ്രവിക്കാതെ വിട്ടു. നന്ദേട്ടനോ സന്ദീപോ ആണ് അനൂപേട്ടന്റെ സ്ഥാനത്തെങ്കിൽ സച്ചിൻ ഇങ്ങനെയൊക്കെ പറയോ? മനഃപൂർവ്വം അനൂപേട്ടനെ ഞാൻ ആ ഗുണ്ടകളുടെ മുമ്പിൽ ഇട്ട് കൊടുക്കുന്ന തനിക്ക് തോന്നുന്നുണ്ടോ? ഭീരുത്വം, ഭയം. അവനെ പോലൊരു ഗുണ്ട മുന്നേ വന്ന് നിന്നപ്പോ സച്ചേട്ടൻ പേടിച്ചു. അർച്ചന, പ്ലീസ്. അവന്റെ പെങ്ങൾ അനൂപേന്റെ വണ്ടിയുടെ മുമ്പിലേക്ക് മുന്നും പിന്നും നോക്കാതെ എടുത്ത് ചാടിയതാന്ന് അവന്റെ മുഖത്ത് നോക്കി പറയണമായിരുന്നു. എന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. എനിക്ക് മരിക്കാൻ ഒട്ടും പേടിയുമില്ല. അർച്ചന, അച്ഛാ, ഇതുകൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. നീ എന്താ പറഞ്ഞു വരുന്നത്? ആ ഗുണ്ടയോട് കള്ളം പറഞ്ഞതിന്റെ ഫലം എന്താണെന്നറിയോ?
സച്ചേട്ടൻ പറഞ്ഞത് സത്യ. ആ സമയത്ത് എന്നെയും കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയാ ആ കള്ളമൊക്കെ പറഞ്ഞത്. പക്ഷെ അവൻ പറഞ്ഞ സമയത്ത് അനൂപേണ്ണ അവർക്ക് കൈമാറിയില്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാന്നുള്ളത് അറിയോ? അവൻ ആരുടെ നേരെയായിരിക്കും പിന്നെ വരാൻ പോകുന്നത്? സച്ചേന്റെ നേരെ. ഇപ്പൊ ഒരു കാര്യം ഉറപ്പായി, ഒന്നുകിൽ എനിക്ക് അനൂപേണ്ണെ നഷ്ടപ്പെടും. അനൂപേണ്ണെ കൊണ്ടു കൊടുത്തില്ലെങ്കിൽ അവന്മാര് സച്ചേന്റെ നേരെ തിരിയും. സച്ചേന്റെ ജീവൻ പോലും അപകടത്തിലാവും. ഇത് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും സച്ചേട്ടൻ കാണിക്കാത്തത് എന്തുകൊണ്ടാ? മോനെ, നീ കാണിച്ച വലിയ മണ്ടത്തരമായിപ്പോയി. അർച്ചന മോള് പറയുന്നതാണ് ശരി. അനൂപിനെ കൊണ്ട് കൊടുത്തില്ലെങ്കിൽ നിന്റെ ജീവൻ അപകടത്തിലാവും. ഞാനത് മനഃപൂർവ്വം പറഞ്ഞല്ലെന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് എനിക്ക് മറ്റൊന്നും തോന്നിയില്ല. ആദ്യം എങ്ങനെയെങ്കിലും അവന്റെ കയ്യിൽ നിന്ന് അർച്ചനയും മോളെ രക്ഷപ്പെടുത്തണം. ബാക്കിയൊക്കെ പിന്നീട് ആലോചിക്കാന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. സച്ചേട്ടൻ പറഞ്ഞപ്പോ കാര്യമൊക്കെ തീർന്നു. പക്ഷെ സംഭവിക്കാൻ പോകുന്ന അതല്ല. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അനൂപേണ്ണെ ഞാൻ രക്ഷിക്കും. പക്ഷെ ആ ഗുണ്ടകളെല്ലാം കൂടി പിന്നെ കയറി വരാൻ പോകുന്നത് ഈ നെല്ലിശ്ശേരിയിലേക്കായിരിക്കും. അച്ഛാ, സച്ചേന്റെ ഒരു വാക്ക് കാരണം ഇതുവരെ ഇല്ലാതിരുന്ന ഭീഷണിയുടെ മുമ്പിലേക്കാ നമ്മൾ ചെന്ന് നിൽക്കുന്നത്. നാളെ അവൻ എന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് എനിക്ക് സഹോദരനെ വേണോ അതോ ഭർത്താവിനെ വേണോ എന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയണം? ഇതിനുള്ള ഉത്തരം എന്താന്ന് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം സച്ചേന് മാത്രോ? അച്ഛൻ വിഷമിക്കണ്ട. അർച്ചന ഇതെല്ലാം ഇപ്പോഴത്തെ ടെൻഷനിൽ പറഞ്ഞതാ. അവന്റെ കയ്യിൽ നിന്ന് അനുവേട്ടനെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു വഴി ഞാൻ തന്നെ കണ്ടെത്തിക്കൊള്ളാം. എന്തായാലും ഇവര് പറയുന്നത് കേട്ടിട്ട് അവനൊരു സാധാരണ ഗുണ്ടയാണെന്ന് തോന്നില്ല. അവനെക്കുറിച്ച് കാര്യമായിട്ടൊന്ന് അന്വേഷിക്കണം. ചെങ്കൽ മധു, അവനാള് കൊള്ളാലോ.